ശ്രീ എം ജയചന്ദ്രൻ, ഒരുപക്ഷെ സനോജ് പറഞ്ഞിടത്തു നിന്ന് തന്നെ തുടങ്ങാം. ചില പൊയ്മുഖങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് കൂടി കണ്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ കോൺഗ്രസിലെ യുവ നേതൃത്വം എന്ന് പറയുന്ന ആ നിര അവർ കാട്ടിക്കൂട്ടുന്ന ചില ഷോകൾ, പെട്ടി ഷോകൾ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ് അപഹസിക്കുന്ന തരത്തിലേക്ക്. സാധാരണഗതിയിൽ ഈ പുതുതലമുറ വരുമ്പോൾ കുറേയധികം പഴയ കാര്യങ്ങളെ തള്ളിക്കളയുകയും പുതിയ യുഗത്തിലേക്ക് ആ പാർട്ടികളെ നയിക്കാൻ ചെയ്യുന്ന നേതൃനിരയായി വളർന്നു വരുന്നവരാണ് ഈ യുവ നേതൃത്വം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ വ്യാജ യൂത്ത് അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇന്നലെ കാണിച്ചു കൂട്ടിയത് ധാർഷ്ട്യമാണ്. അതായത് പറയുകയാണ്, തൻ്റെ സർവീസിനുള്ള പാരിതോഷികം ഞങ്ങൾ തരാം, വളരെ ധാർഷ്ട്യത്തോടെ പറയാം, ഞങ്ങൾ അധികാരത്തിൽ വരും അപ്പോൾ തരാം എന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, വ്യാജാധ്യക്ഷൻ എന്ന പേരുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ കാട്ടിക്കൂട്ടിയത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടതുണ്ട്. കുറേയധികം പൊയ്മുഖങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയിൽ തുടങ്ങുന്നു, KC വേണുഗോപാൽ, അതിനുശേഷം പ്രിയങ്ക ഗാന്ധി, ഈ പറയുന്ന യുവ നേതാക്കൾ അടക്കം. അവരുടെ ആ സനോജ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പൊയ്മുഖം തന്നെയാണ് പൊളിഞ്ഞു വീണത്. ആരിലാണ് കോൺഗ്രസിലെ ഒരുപക്ഷെ പിന്നാലെ വരുന്നവർ കോൺഗ്രസിൽ ഏത് നേതൃത്വമാണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ. അതെ അതെ തീർച്ചയായിട്ടും അത് വലിയൊരു പിന്നെ അവരുടെ ഈ വൻതോതിൽ ഈ മൂല്യബോധമില്ലാത്ത ഒരു നേതൃനിരയാണ് ഈ സംവിധാനത്തിലുള്ളതെന്ന് സ്വയം തെളിയിക്കുന്നതായി ഇപ്പം കൈരളി പറയുന്നത് എടുക്കണ്ട, കാരണം കൈരളിക്ക് ഇടതുപക്ഷ മുഖമാണല്ലോ ഉള്ളത്. പക്ഷേ ഇന്നലത്തെ ഈ ഇവരുടെ താങ്കൾ ഈ പറഞ്ഞ ഈ ഷോയിൽ ഇവർ കാണിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ കാണിച്ച ആ നടപടിയെ സംബന്ധിച്ച് LDF സർക്കാരിനെ കഠിനമായി എതിർക്കുന്ന ചാനലുകൾ എന്താണ് പറഞ്ഞത്? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് അവിടെ കാണിച്ചത് എന്ന് പറഞ്ഞത് കൈരളിയല്ലെന്നേ. പറഞ്ഞത് ഈ ഏറ്റവും ശക്തിയായ ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും എല്ലാ ദിവസവും ഈ നിലമ്പൂരൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ മണിക്കൂറിലും അങ്ങനെ തന്നെ ചെയ്യുന്ന ചാനലുകളാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു പ്രമുഖ ചാനലിലെ അവതാരകൻ, എൻ്റെ സുഹൃത്തും കൂടെയാണ്, ആൾ പേര് പറയുന്നില്ല, പിന്നെ അയാൾ ചോദിക്കുകയാണ്, ഈ വ്യാജൻ എന്നൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് അങ്ങ് തോന്നിപ്പോകുന്നത് ഇതുകൊണ്ടാണെന്ന്. ഏതാ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉണ്ടാക്കിയാണല്ലോ അധികാരത്തിൽ വന്നതായി ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ആ അവതാരകൻ പറയുകയാണ്, അങ്ങനെ വ്യാജൻ എന്ന ആൾക്കാർ പറയുന്നത് ശരിയാണെന്ന് ഈ നിലവാര തകർച്ച കൊണ്ട് തോന്നിപ്പോകും എന്ന് അയാൾക്ക് പറയേണ്ടി വരികയാണ് അവതാരകന്. അത്തരത്തിൽ വളരെ വല്ലാതെ ഇവരപമാനിക്കുന്ന ആരെയാണ്? ഇവരപമാനിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയാണ്. അവരുടെ പാർട്ടിയെ അല്ല നിശ്ചയമായി അപമാനിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ. തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം ഒരു പ്രക്രിയയാണല്ലോ. ഞാനതാണ് നമ്മൾ തുടക്കത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ, സേനാപതി വേണു ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞത്, പിന്നെ ഈ പാർലമെൻ്ററി പാത നമ്മുടെ ഭരണ സംവിധാനം അംഗീകരിച്ച, ഭരണഘടനാപരം അംഗീകരിച്ച രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ 1951 ഉണ്ടാക്കുന്നത്. ആ ഇലക്ഷൻ കമ്മീഷനെയാണ് നിഷ്കരുണം, തൻ്റെ സർവീസിൽ ഞാൻ ശരിയാക്കി തരാം. എന്താണ് സിജു പറഞ്ഞല്ലോ, അതേ വാചകം തന്നെ പറഞ്ഞല്ലോ, ആ വാചകം. അത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ വലിയ പിന്നെ അതെ അത് തന്നെ പാരിതോഷികം. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്ന വലിയ ലെഗസിയുള്ള, വലിയ പൈതൃകമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ കേരളത്തിലെ അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ആ പ്രക്രിയയിൽ, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിൽ ഇവർക്കുള്ള വിശ്വാസമില്ലായ്മ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, മറ്റേ ചാനലിൻ്റെ അവതാരകൻ ചോദിക്കേണ്ടി വന്നത്, ഈ വ്യാജത്വം കാണിച്ചിട്ടാണ് ഇയാൾ ഈ പ്രസിഡന്റ് ആയതെന്നൊക്കെ ആൾക്കാർക്ക് ശരിയാണെന്ന് തോന്നുമല്ലോ എന്ന് പറയേണ്ടി വരുന്നത് മുഴുവൻ അതുകൊണ്ടാണ്. അപ്പോൾ ഇവരൊക്കെ നാളെ ഭരിക്കാൻ വന്നാൽ എന്തായിരിക്കും, നമ്മളെ ഭരിക്കാൻ വന്നാൽ എന്തായിരിക്കുമെന്ന് ഈ നിലമ്പൂരിലെ വോട്ടർമാർ അളന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടെന്നേ. ഇത്തരക്കാർക്കൊന്നും വോട്ട് കൊടുക്കാനേ പറ്റില്ല അവർക്ക്. അങ്ങനെ അത്തരം ഒരു മണ്ഡലവുമല്ല നിലമ്പൂർ. അതാദ്യം ഇവർ മനസ്സിലാക്കണം, ഇവരെ നയിക്കുന്നവർ മനസ്സിലാക്കണം. അതാണ് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനോട് വിശ്വാസമില്ലായ്മ കാണിക്കുകയും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ തനിക്ക് പാരിതോഷികം തന്നോളാമെന്ന് എന്താ അർത്ഥം? ഞങ്ങൾക്ക് അധികാരം കിട്ടിയ നിന്നെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമടാ എന്ന് തന്നെയാണല്ലോ പച്ച മലയാളത്തിൻ്റെ അർത്ഥം, അല്ലേ? അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് എന്തിനോടുള്ള കൂറില്ലായ്മയാണ്? ജനാധിപത്യ പ്രക്രിയയോടുള്ള കൂറില്ലായ്മയാണ് കാണിക്കുന്നത്. അതാണ് നാട്ടുകാർ മുഴുവൻ കണ്ടത്. ആ നാട്ടുകാർ മുഴുവൻ കണ്ടതിനെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് മാറ്റി ചിന്തിക്കാനോ പറയാനോ തനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്,
അങ്ങനെ തന്നെ കാണരുത് എന്ന് പറയാനുള്ള ഒരു ജനാധിപത്യപരമായൊരു ബോധം ഈ നേതാവിനുണ്ടോ? ഇതുവരെ ഇല്ലല്ലോ. അപ്പം അവരെ ഭരിക്കുന്നത് ഇത്തരം ചിന്താഗതികളാണ്. ഇത്തരം ചിന്താഗതികൾ കൊണ്ടാണ് ഇവർ കേരളത്തിനെ ഭരിക്കാൻ വരുന്നത്. കൊടുക്കില്ല അവർക്ക് അധികാരം. അത് തന്നെയാണ് നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നമായിട്ട് നിൽക്കുന്നത്.